ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വർഷം തെന്നിന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസ് ആകെ ഒരു തണുപ്പൻ മട്ടിലാണ്. ആ തണുപ്പൊക്കെ മാറ്റി കളക്ഷനിൽ ഒരു റെക്കോർഡ് തീർക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രമായ കൂലി. ആ കൂലി മറികടക്കാനുള്ള ഒരു കളക്ഷൻ റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ മോഹൻലാലാണ്. ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സൗത്ത് ഇന്ത്യൻ ചിത്രം എമ്പുരാനാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ആകെ കളക്ഷൻ 268 കോടിയോളം ആണ് നേടിയത്. ഇതുവരെ റിലീസ് ചെയ്ത സൗത്ത് ചിത്രങ്ങൾ ഒന്നും ഈ കളക്ഷൻ റെക്കോർഡ് ഇതുവരെ മറികടന്നിട്ടില്ല. അതുകൊണ്ട് മാത്രം തന്നെയാണ് കൂലി ഈ റെക്കോർഡ് മറികടക്കാൻ കാരണമാകുന്നതും. അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി 246 കോടി നേടി തൊട്ടു പിന്നിലുണ്ട്. തമിഴ് തിയേറ്ററുകൾ ഇത്തവണ അജിത്, സൂര്യ, കമൽഹാസൻ എന്നിവർ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുമായി എത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി കളക്ഷൻ കിട്ടി എങ്കിലും റെക്കോർഡുകൾ ഒന്നും നേടിയിട്ടില്ല. കമൽഹാസൻ തഗ് ലൈഫും സൂര്യയുടെ റിട്രോയും വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത്. ശങ്കർ, മണിരത്നം, കാർത്തിക് സുബ്രാജ് എന്നീ ബ്രാൻഡ് സംവിധായകർ ആയിട്ടുപോലും തിയേറ്ററുകൾ പിടിക്കാനായില്ല. അതുകൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ എല്ലാ പ്രതീക്ഷയും ഇനി ലോകേഷ് കനകരാജ് കൂലിയും രജനീകാന്തിലും ആണ്. കൂലിയിൽ രജനീകാന്ത് മാത്രമല്ല, മലയാളം, തെലുങ്കിൽ, ബോളിവുഡിൽ നിന്നും അമീർ ഖാൻ ചിത്രത്തിൽ എത്തുന്നുണ്ട്. റിലീസ് ഡേ തന്നെ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ ഇത് ചിത്രത്തിനെ സഹായിക്കും. എൻ്റെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.